Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ എവിടെയായിരുന്നു? നീ എവിടെ ആയിരുന്നു? Where were you? Where were you? ഇവിടെ നമ്മൾ രണ്ട് where എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടിന്റെയും സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഒന്ന് WHERE, അതായത് എവിടെ എന്നർത്ഥമാണ്. മറ്റത് ഇംഗ്ലീഷിലെ ബി എന്ന വാക്കിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വേർ. ഇവിടെ നമ്മൾ അതിനെ ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നീ എവിടെ ആയിരുന്നു? വേർ വേർ യു? ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുകയായിരുന്നു. ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുകയായിരുന്നു. ഐ വാസ് സെർച്ചിങ് ഫോർ യു എവ്രിവെയർ. സെർച്ചിങ്, സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരയുക. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ തിരയുക. എവ്രിവെയർ, എല്ലായിടത്തും. ഐ വാസ് സെർച്ചിങ് ഫോർ യു എവ്രിവെയർ. ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുകയായിരുന്നു. ഞാൻ നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു. ഞാൻ നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു. അപ്പൊ നേരത്തെ ഐ വാസ് സെർച്ചിങ്, നിന്നെ തിരയുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഐ ഹാവ് ബീൻ സെർച്ചിങ്, തിരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു. നിനക്ക് എന്തു പറ്റി? നിനക്ക് എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ് ടു യു? വാട്ട് ഹാപ്പൻഡ് ടു യു? നീ എന്താ മൗനമായിരിക്കുന്നത്? നീ എന്താ മൗനമായിരിക്കുന്നത്? വൈ ആർ യു സൈലന്റ്? വൈ ആർ യു സൈലന്റ്? സൈലന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാതെ മൗനമായിരിക്കുക. നീ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? നീ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? വൈ ഡിഡ്ന്റ് യു ആൻസർ മൈ ഫോൺ? വൈ ഡിഡ്ന്റ് യു ആൻസർ മൈ ഫോൺ? ഈ ഫോൺ എടുക്കാത്തതിനെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു എക്സ്പ്രഷനാണ് ആൻസർ ദ ഫോൺ. അപ്പോൾ വൈ ഡിഡ്ന്റ് യു ആൻസർ മൈ ഫോൺ? നീ എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? നീ എന്താ എൻ്റെ കോളുകൾ എടുക്കാതിരുന്നത്? നീ എന്താ എൻ്റെ കോളുകൾ, അതായത് ഫോൺ കോളുകൾ എടുക്കാതിരുന്നത്? വൈ ഡിഡ്ന്റ് യു ടേക്ക് മൈ കോൾസ്? വൈ ഡിഡ്ന്റ് യു ടേക്ക് മൈ കോൾസ്? നേരത്തെ വൈ ഡിഡ്ന്റ് യു ആൻസർ മൈ ഫോൺ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വൈ ഡിഡ്ന്റ് യു ടേക്ക് മൈ കോൾസ്, എന്തുകൊണ്ട് എൻ്റെ കോളുകൾ എടുക്കാതിരുന്നു? നിനക്കെന്തെങ്കിലും പറഞ്ഞുകൂടെ? നിനക്കെന്തെങ്കിലും പറഞ്ഞുകൂടെ? വൈ ഡോണ്ട് യു സേ സംതിങ്? വൈ ഡോണ്ട് യു സേ സംതിങ്? സേ സംതിങ്, എന്തെങ്കിലും പറയുക. വൈ ഡോണ്ട് യു എന്നത് എന്തുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടെ. ഇതിന്റെ തന്നെ ഒരു വേരിയേഷൻ നോക്കാം. നിനക്ക് വല്ലതും പറഞ്ഞാൽ എന്താ? നിനക്ക് വല്ലതും പറഞ്ഞാൽ എന്താ? വൈ കാന്റ് യു സേ സംതിങ്? വൈ കാന്റ് യു സേ സംതിങ്? നേരത്തെ നമ്മൾ വൈ ഡോണ്ട് യു സേ സംതിങ്. ഇവിടെ വൈ കാന്റ് യു സേ സംതിങ്? നിനക്ക് വല്ലതും പറഞ്ഞാൽ എന്താ? നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത്? നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത്? വൈ ആർന്റ് യു സേയിങ് എനിത്തിങ്? വൈ ആർന്റ് യു സേയിങ് എനിത്തിങ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൊനൗൺസിയേഷൻ AREN'. അതിനെ നമ്മൾ അറന്റ് എന്ന് പറയരുത്, ആന്റ്. വൈ ആന്റ്? ഈ ആന്റ് എന്നത് വൈ ആർ യു നോട്ട് എന്ന അർത്ഥമാണ്. അപ്പോൾ നമുക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ ആന്റ് ആണ്. ARENT. അവിടെ ആറ് നമ്മൾ സൈലന്റ് ആയി പറയണം. വൈ ആർന്റ് യു സേയിങ് എനിത്തിങ്? നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത്? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? യു ഹാവ് എനിത്തിങ് ടു സേ? ഡു യു ഹാവ് എനിത്തിങ് ടു സേ? എനിത്തിങ് ടു സേ, എന്തെങ്കിലും പറയുവാനുണ്ടോ? നിനക്കെന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? നിനക്കെന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ ലൈക്ക് സേയിങ് എനിത്തിങ്? ഡു യു ഫീൽ ലൈക്ക് സേയിങ് എനിത്തിങ്? ഫീൽ ലൈക്ക്, തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ ലൈക്ക് സേയിങ് എനിത്തിങ്? എന്തെങ്കിലും പറയുവാനായി തോന്നുന്നുണ്ടോ? നിനക്ക് ഒന്നും പറയാനില്ലേ? നിനക്ക് ഒന്നും പറയാനില്ലേ? ഡോണ്ട് യു ഹാവ് എനിത്തിങ് ടു സേ? ഡോണ്ട് യു ഹാവ് എനിത്തിങ് ടു സേ? നിനക്കൊന്നും പറയാനില്ലേ? നിനക്ക് എന്തെങ്കിലും പറയണമെന്നില്ലേ? നിനക്ക് എന്തെങ്കിലും പറയണമെന്നില്ലേ? ഡോണ്ട് യു വാണ്ട് ടു സേ സംതിങ്? ഡോണ്ട് യു വാണ്ട് ടു സേ സംതിങ്? എന്തെങ്കിലും പറയണമെന്നില്ലേ? ഡോണ്ട് യു വാണ്ട് ടു സേ സംതിങ്? ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, അതായത് കരുതിക്കൂട്ടി ചെയ്തതല്ല. I did not do it deliberately. I did not do it
ഡെലിബറേറ്റ്ലി. ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ മനഃപൂർവം അല്ലെങ്കിൽ കരുതിക്കൂട്ടി, വേണമെന്ന് വെച്ച് എന്നുള്ള അർത്ഥമാണ്. സോ ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി. ഞാൻ അത് വേണമെന്ന് വെച്ച് ചെയ്തതല്ല അല്ലെങ്കിൽ മനഃപൂർവം ചെയ്തതല്ല. ഈ ഡെലിബറേറ്റ്ലി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വാക്കിന് പകരം നമുക്ക് ഓൺ പേർപ്പസ് അങ്ങനെയും പറയാം. ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ് ഓൺ പേർപ്പസ്. ഓൺ പേർപ്പസ് എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി. ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ് ഓൺ പേർപ്പസ്. ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.